Hello, good morning. Good morning. Good morning. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? Good morning. Good morning. Alhamdulillah, സുഖാണ് എല്ലാവർക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank ഞാൻ you. ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ? Yes. Fair. Yes. Clear. ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത് പുതിയ ആൾക്കാരുണ്ടാവും തോന്നുന്നു അല്ലേ? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ഷെജീല എന്നാണ്. Okay. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് വരുന്നത് ദ പവർ ആൻഡ് സയൻസ് ബിഹൈൻഡ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് നമുക്കറിയാലേ, നമ്മൾ എപ്പോഴും പറയുന്നതും കേൾക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഫോർഗീവ്നെസ്? ക്ഷമിച്ചു കൊടുക്കുക. അതെ. അപ്പൊ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മള് ഒരു അർഹതയില്ലാത്ത ഒരാളെടുത്ത് നമ്മൾ ദയ കാണിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടെ അല്ല നമ്മൾ ഫോർഗീവ് ചെയ്യുക, അല്ലെ? നമ്മളെ വേദനിപ്പിച്ചവർക്കെതിരെ തിരിയാതെ, അവർക്കെതിരെ പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ പ്രതികാരോ ദേഷ്യമോ ഒന്നുമില്ലാതെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസ്സിന്റെ ഒരു സമാധാനം തിരികെ നേടാൻ ചെയ്യുന്ന ഒരു മനോനില, ഇതാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ കുറെ ഗുണങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് സ്വയം ഫോർഗീവ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരായിരിക്കാം നമ്മളടുത്ത് മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ എന്തോ നമുക്ക് എതിരെയായിട്ടോ അല്ലെ പ്രവർത്തിച്ചിണ്ടാവുക. പക്ഷെ അതിന് നമ്മൾ മൈൻഡിൽ വെക്കുമ്പോ എന്താണ് ഉണ്ടാവുക, നമുക്ക് അത് അറിയാൻ പറ്റൂലേ? ഓരോരുത്തരോട് ദേഷ്യവും ഇതൊക്കെ മനസ്സിൽ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോ ദ പവർ ഓഫ് ഫോർഗീവ്നെസ്. ആദ്യം നമുക്ക് ഈ ഫോർഗീവ് ചെയ്യുമ്പോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം, ഒരു ശാന്തി, അല്ലെ? നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് വരും നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ. അപ്പോ ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ദേഷ്യവും പ്രതികാരവും ഒക്കെ കുറയും. നമ്മളത് വിട്ട് കളയാണ് ചെയ്യുന്നത്. നമ്മൾ മൈൻഡില് സ്റ്റോർ ചെയ്ത് വെക്കണില്ല, അല്ലെ? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ വേറൊരാളടുത്ത് എന്തെങ്കിലും തർക്കങ്ങളോ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അത് നമ്മൾ ഉള്ളില് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് എന്തുണ്ടാവുക, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാം. അപ്പൊ അത് വിട്ട് കളഞ്ഞു, അത് ക്ഷമിച്ചവരോട് നമ്മൾ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യവും പ്രതികാരവും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കുറെ ഗുണങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് ആണ് നമുക്ക് BP. നമ്മളിങ്ങനെ പ്രഷർ കയറി അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രഷർ കയറുന്ന മാതിരിയാണ്. അപ്പൊ അത് കുറയും. അതുപോലെ സ്ട്രെസ് കുറയും. പിന്നെ ഉറക്കം അതും മെച്ചപ്പെടും. പിന്നെ നമ്മുടെ ഹൃദയാരോഗ്യവും മെച്ചപ്പെടും. അതുപോലെ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ശരിക്കും ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ലെവല് ഉണ്ടാവും. പിന്നെ സയൻസ് ബിഹൈൻഡ് ഫോർഗീവ്നെസ്. ഈ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ പിന്നിലുള്ള ഒരു സയന്റിഫിക് വശമാണ് പറയുന്നത്. ബ്രെയിൻ ഇമാജിംഗ് സ്റ്റഡീസ് പറയുന്നത് ഈ ഫോർഗീവ്നെസ് സമയത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് ബ്രെയിനിലൊരു പാർട്ടായിട്ടുള്ള അത് തർക്കങ്ങളും അതുപോലെ മാനസിക തീരുമാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പാർട്ട് ആക്ടിവേറ്റ് ആവും. അതുപോലെ അമിഗ്ഡാല എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ദേഷ്യവും ഭയവും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ പ്രവർത്തനം കുറയും, അല്ലെ? നമ്മൾ ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് ദേഷ്യമൊക്കെ കുറയുമ്പോ
അതുപോലെ സ്ട്രെസ് ഹോർമോണ് കോർട്ടിസോള് അതും പ്രൊഡ്യൂസ് ചെയ്യണത് കുറവ് വരും. അതുപോലെ ഓക്സിറ്റോസിൻ ഹോർമോണ് കൂടും. ഈ സ്നേഹം, ദയ, കരുണ അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു പാർട്ടില് എന്തെങ്കിലും അത് ആക്ടിവേറ്റ് ആവും. അതുപോലെ അപ്പൊ അങ്ങനെ സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഈ ഒരു ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് ഉള്ള ഗുണങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൻഡിന് ഒരു എന്താ പറയുക, നല്ലൊരു മൈൻഡ് സെറ്റ്, നല്ലൊരു സ്ട്രോങ് മൈൻഡ് നമുക്ക് ഉണ്ടാവും അല്ലെ. നമ്മളത് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. നമ്മളിങ്ങനെ വിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കൂല അല്ലെ. അങ്ങനെ അവരോട് ക്ഷമിച്ചു കൊടുക്കാനും അവർക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ, ഈ പകരം ചെയ്യാന്നൊക്കെ പറയല്ലേ, അതൊക്കെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രയും കൺട്രോൾഡ് ആയിരിക്കണം അല്ലെ, ഇമോഷൻസിനൊക്കെ. അതുപോലെ ഒരു ആത്മബോധം മെച്ചപ്പെടുന്നുണ്ട്. അതുപോലെ ഈ പ്രതികാരം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. പിന്നെ നമുക്കൊരു ലൈഫ് നല്ലൊരു സന്തോഷത്തോടെ ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മള് പറഞ്ഞ പോലെ മറ്റുള്ളവർ ചെയ്ത അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ നിന്ന് വിട്ടുകളയും. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ഫീലിങ്സും നമ്മൾ വിട്ടുകളയുക. അത് മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു സമാധാനം ആണ് ആദ്യമായിട്ട് ഉണ്ടാവുക. ഇനി ഇതെങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുക? ഹൗ ടു പ്രാക്ടീസ് ഫോർഗിവ്നെസ്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് റിലാക്സ് ആക്കുക. അതുപോലെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാം. അതിന് നമ്മുടെ ഇമോഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കുക ആദ്യം. പിന്നെ ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതൊരു ധാർമ്മിക ബോധമായിട്ട് നമ്മൾ കണക്കാക്കുക. ഇപ്പോ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കലേ. ഇപ്പൊ നമ്മളോട് മാത്രല്ല നമ്മളിൽ നിന്നും ഉണ്ടാവും അങ്ങനെ പല കാര്യം, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉണ്ടാവും. അപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോർഗീവ് ചെയ്യുമ്പോൾ തന്നെയല്ലേ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ ആയാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും കാര്യങ്ങളായാലും അല്ലെ, പ്രത്യേക തീരുമാനങ്ങളോ ഒക്കെ ആവുന്ന സമയത്ത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മളായാലും സംസാരിച്ചിരിക്കും. അപ്പോ അത് മറ്റുള്ളവരും എടുക്കുക ആ ഒരു രീതിയിലായിരിക്കാം. അപ്പോ നമുക്ക് ഫോർഗീവ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കും അത് കിട്ടുള്ളൂ മറ്റുള്ളവരിൽ നിന്ന്. അതുപോലെ പൊതു നിലപാടിൽ നിന്ന് ആലോചിക്കുക. ഇപ്പൊ പേഴ്സണൽ ആയിട്ട് ഉള്ളതല്ലാണ്ട് ചിലപ്പോ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്നുള്ള. അപ്പോ സോഷ്യലായിട്ടൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ചിലർ ഓപ്പോസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അവര് പറയുന്നതായിരിക്കാം ശരി. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ അതിന്റെ ഓപ്പോസ് പറയുമ്പോ നമുക്കും ചിലപ്പോ ഈ ഒരു ഫീലിംഗ് വരാം, അവരോട് ഒരു ദേഷ്യമോ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, പൊതു നിലപാട് മെജോറിറ്റി ഒക്കെ നോക്കാന്ന് പറയില്ലേ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ പ്രതികാരം, ദേഷ്യം. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും ഒരു മോശം അനുഭവം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രതികാരമായിട്ട് കൊണ്ടു നടക്കാതിരിക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് അങ്ങനെ വിഷമമായെങ്കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയാം. അത് അങ്ങനെ ഒഴിവാക്കി കളയാം. പിന്നെ നമ്മൾ ജേർണൽ പ്രാക്ടീസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർഗീവ്നെസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഫോർഗീവ്നെസ് ചെയ്യാന്ന് പറഞ്ഞാല്
ശരിക്കും നല്ലൊരു വിശാല മനസ്കത ഉള്ള ആളുകൾക്കാണ് കഴിയാന്ന് പറയില്ലേ. മൈൻഡ് അത്രയും വൈഡായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണ് അത് സാധിക്കുക ശരിക്കും. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിന്റെ ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? നമുക്ക് സ്വയം തന്നെയാണ് അല്ലെ. നമുക്ക് സെൽഫായിട്ടാണ് ആദ്യം അതിന്റെ ഗുണം കിട്ടുന്നത്. പിന്നാണ് അവരുടെ നമ്മളടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പ്രവർത്തികളൊക്കെ ചെയ്ത ആളുകൾക്കുള്ള ഗുണം വരുന്നത്. അപ്പൊ സെൽഫായിട്ട് നമ്മൾ പറഞ്ഞു സൈക്കോളജിക്കലായാലും നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഒക്കെ ഗുണം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് ഫോർഗിവ് ചെയ്യാന്ന് പറഞ്ഞാല് ഫസ്റ്റ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് സ്വയം തന്നെയാണെന്നുള്ളത് തിരിച്ചറിയാം. ഈ ഫോർഗീവ്നെസ് മനസ്സിനും ശരീരത്തിനും ഒരു മരുന്ന് പോലെയാണെന്നാണ് പറയുക സയൻസ്. കാരണം എന്താ, നമുക്ക് ഉണ്ടാവുന്ന ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് മൈൻഡിൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനെതിരെ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയും, അതുപോലെ BP, ഉറക്കം ഉണ്ടാവൂല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവൂലേ. അപ്പോ ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നതിലൂടെ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോ എത്രയാണ് ഞാനിപ്പോ ഫോർഗീവ്നെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഇതിൽ കൂടുതൽ കുറെ പറയാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല? യെസ് മാം, കേൾക്കാം. അപ്പൊ ഈ ഒരു ഫോർഗീവ്നെസ്സിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഫോർഗീവ്നെസ്സിനെ കുറിച്ച് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി റിലാക്സ്ഡ് ആവാറുണ്ട്. ഞാനത് ഫോർഗീവ്നെസ് കുറെ ടു ഫോർഗീവും പിന്നെ അതുപോലെ തന്നെ ആദ്യം ഞാൻ മാപ്പ് ചോദിക്കുന്നതും തിരിച്ച് ഇങ്ങോട്ട് പറയുന്നത് രണ്ട് തരത്തിലും. ഞാൻ അവരോട് ചെയ്തതിനും പിന്നെ എന്നോട് ചെയ്തതിനും രണ്ടും ഞാൻ ഈ ഫോർഗീവ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി റിലാക്സ്ഡ് ആവാറുണ്ട്. സാധാരണ കുറെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കുറെ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് നാൾ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു മനസ്സ് പിന്നെയും കൺജസ്റ്റഡ് ആവും, പിന്നെയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി എഫക്റ്റീവായ ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരിയല്ലേ. ശരിക്കും ഈ ഒരു ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളത് അറിഞ്ഞ് ചെയ്യണം എന്ന് മാത്രം. ശരിക്കും അത് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം ആ ഫോർഗീവ്നെസ്സിന്റെ അത് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ആ ടൈം, ചിലര് ചെയ്യും, ആ ടൈമില് മറ്റുള്ളവരെ മുന്നില് ക്ഷമിച്ചതായിട്ടൊക്കെ നിൽക്കും, പക്ഷെ മൈൻഡിൽ അത് കൊണ്ടടക്കും. അപ്പൊ അങ്ങനെയല്ല, നമ്മള് മൈൻഡ് ചെയ്യുന്നത് കളയാ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് പറഞ്ഞാലേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അവരടുത്ത് കൃത്യമായിട്ട് പറയാം. എനിക്ക് ചിലപ്പോ കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയും ഉണ്ടാവില്ലേ. നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ നടക്കുന്ന സമയത്ത് പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. ഇപ്പൊ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒക്കെ കണ്ടുവരുന്നതാണ്. ചിലപ്പോ അത് രണ്ടുപേർക്കും എന്താണ് കറക്റ്റ് എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓരോ തോന്നലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആദ്യം ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ, അങ്ങോട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും എന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേർക്കും ശരിക്കും ക്ലിയർ ആവുക. ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു റിലാക്സ്, അപ്പൊ എന്തോ ഒരു
ചിലപ്പോ നല്ല ബന്ധത്തിൽ നിൽക്കുന്ന, നല്ല റിലേഷനിൽ നിൽക്കുന്നവര് തമ്മിലായിരിക്കാം ഇത്. അപ്പൊ കുറേ നാൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ട് നടന്നിട്ടായിരിക്കാം കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഇതിങ്ങനെ പറഞ്ഞ് റെഡി ആവുന്നത്. അപ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചും കൂടെ മുന്നേ നമുക്ക് റിലാക്സ് ആവാന്നുള്ളതാ. മാം, പിന്നെ ഈ നേരിട്ട് പോയി സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ അതൊരു പ്രാക്ടിക്കൽ ആകുള്ളൂ. കൂടുതലും നല്ലത് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ അങ്ങ് ഒക്കെ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ പോയി നമ്മൾ അവരോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോ അതൊരു തെറ്റിദ്ധാരണയും കുറെ പ്രശ്നങ്ങൾ പിന്നെ ചിലപ്പോ ആഡപ്പ് ചെയ്ത് വരും അത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ് മാം. അത് നല്ലത് നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ആ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ അങ്ങ് റിലാക്സ്ഡ് ആവുകയും ചെയ്യും. പിന്നെ അവരെ കാണുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നങ്ങളില്ല, അവരോട് സംസാരിക്കാനും ഒക്കെ ആ തരത്തിലേക്ക് അങ്ങ് ആയി മാറുമ്പോ അതൊക്കെ. അല്ലാതെ ഈ പോയി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോ അത് അവർക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അവര് തെറ്റ് ചെയ്തതായിട്ട് നമ്മൾ പറയുമ്പോഴും അങ്ങനെ ചിലരും ഒക്കെ ആയിരിക്കും. പറഞ്ഞ പോലെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ശരിയാണ് അത്. അതായത് ഇപ്പോ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോ ചിലപ്പോ നമുക്ക് മാത്രമായിരിക്കും അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? അവര് കൂളായിട്ട് പറഞ്ഞു പോയ കാര്യം ചില സമയത്ത് നമ്മളുടെ മൈൻഡിൽ മാത്രം എന്താവും അങ്ങനെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് സ്പേസ് ഉള്ള ഒരാളെടുത്താണെങ്കിൽ ഇപ്പൊ അവർക്ക് നമ്മള് സംസാരിച്ച ആൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും അവര് തിരിച്ചറിയാം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു പറഞ്ഞ ഒരൊറ്റ ഇതിലത് തീരും. ചില സ്ഥലത്ത് ശരിക്കും നിരന്തരമായിട്ട് നമ്മളടുത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടർ ഉള്ള ആളുകളെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരിക്കാം, റിലേഷനിലോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അതായത് കാണുമ്പോ നല്ലതായിരിക്കും, കഴിഞ്ഞാല് അവരുടേതായ രീതിയിലായിരിക്കും മുന്നോട്ട്. പക്ഷെ അത് നമുക്കറിയാം. ചിലരെ അങ്ങനെയല്ലേ, നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് ചിലപ്പോ സംസാരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ആ സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ മാം പറഞ്ഞ പോലെ തന്നെ സ്വയം നമ്മളുടെ സമാധാനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മള് അത് വിട്ടുകളയാം. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇല്ലല്ലോ. ഇനിയിപ്പോ ചില സ്ഥലത്ത് എന്താണ്, രണ്ട് കൂട്ടർക്കും ഇത് ഈ ക്ലോസ് ആയിട്ടിരിക്കുന്നവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവർക്കും ഇതേ ഫീൽ ഉണ്ടാവും. പക്ഷെ തുറന്നു പറയാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവാം. ചിലപ്പോ അത് നമ്മൾ മുൻകൈ എടുത്ത് പറയുമ്പോഴായിരിക്കും അവർക്ക് കുറെ ആശ്വാസം. അങ്ങനെ പലതരത്തിലുള്ള റിലേഷനിൽ വരുമ്പോൾ പല ടൈപ്പിലായിരിക്കാം. അപ്പൊ ആദ്യം വേണ്ടത് ഉറപ്പായിട്ടും നമ്മൾ സ്വയം ഇത് വിട്ട് കളയാന്നുള്ളതാണ്. അല്ലെങ്കിൽ മാത്രമാണ് പിന്നീട് അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇത് നിൽക്കണുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പും അങ്ങനെയൊക്കെ വരും. അപ്പൊ അത് നമ്മൾ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ഈ ഒരു റിലേഷൻ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. ശരിയാണ്. അതെ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും? ഇനിയുണ്ടോ ഫോർഗിവ്നെസ്? എല്ലാരും ചെയ്യണുണ്ടാവില്ലേ നമ്മൾ ലൈഫില്? അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു തോന്നണില്ല. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്തവര്, തീരെ അക്സെപ്റ്റ് ചെയ്യാനും അത് ചെയ്യാത്തവരൊക്കെ ശരിക്കും കുറെ കാലം കഴിയുമ്പോ ആ സമയത്ത് ചിലപ്പോ അവര് ജയിച്ചവരായിട്ടൊക്കെ നിൽക്കും. അവരാണ് സക്സസ്, അല്ലെങ്കിൽ അവര് താഴുന്നില്ല മറ്റുള്ളവരുടെ, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും നമുക്ക് തോന്നൂലേ അവരൊരു ഫെയിലിയർ ആണെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും, അല്ലെ? അവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വാല്യൂ ഉണ്ടാവൂല. അപ്പോ ഈ ഫോർഗീവ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഉണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ?
ഉം. 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 ആരെങ്കിലും പറയുന്നുണ്ടോ? മൈക്ക് ഓൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. ഉം. ഹലോ, ഈ ഐഫോൺ എക്സ് അതാരാ? മൈക്ക് ഓൺ ആണ്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ല അല്ലെ? അപ്പോ ഈ ഫോർഗിവ്നെസ് നമ്മള് ലൈഫില് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടാവും. നമ്മള് ഇപ്പോ പറഞ്ഞ പോലെ നമ്മള് ലൈഫില് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഓരോ റിലേഷൻ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാം. അപ്പൊ എല്ലാവർക്കും ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ അല്ലേ? അപ്പോ താങ്ക് യു, ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു. എന്നാ എല്ലാവരും വോയിസിൽ വരുന്നില്ല, അല്ലെങ്കിൽ നല്ല ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. ഉറക്കം വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം. ഹാവ് എ നൈസ് ഡേ.